നമസ്കാരം. ഞാൻ വന്നത് ഞാൻ ഇന്നൊരു സിനിമ കണ്ട്. ആ സിനിമയുടെ പേരാണ് DC. അതായത് കേരളത്ത് എനിക്കൊന്ന് തമിഴ്നാട്ടിലാണ്ട് കൂടുതൽ കളക്ഷൻ കിട്ടിയ പടമാകുന്ന DC. കേരളത്തിൽ ഇപ്പോഴും നല്ല ഞാൻ ഇപ്പം പോയപ്പോ ചാറാശ അഭിനയത്തിലാണ്ട് നല്ല തിരക്കാണ് പടത്തിന്. ഒരു തമിഴ് പടം ഇത്രയും ദിവസമാണ് തിരക്കാന്ന് പറയുമ്പോൾ ഓർത്ത് ആ പടത്തിന്റെ നിലവാരം. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം തമിഴ്നാട്ടിനെക്കാട്ടി. ആ ഈ പടമൊക്കെയാണ് കാണേണ്ടത്. ഞാൻ ഇന്ന് കണ്ടിട്ട് വന്നത് ഡ്രസ്സ് പോലും മാറില്ല. ഞാൻ നേരെ റിവ്യൂ ചെയ്യും. എനിക്ക് ചെയ്യണം പോയി. അത് കണത്തെ പടമാ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം സിനിമ ചെയ്യാനായിട്ട്. നല്ല മേക്കിംഗ്. ലോകേഷ് കനകരാജ് നല്ല അഭിനയം. ലോകേഷ് കനകരാജ് എന്ന് അറിയാലോ, അവിടുത്തെ മേക്കിംഗ് കിങ് ആണ്. അതായത് ഡയറക്ഷന്റെ കിങ് ആണ്. അദ്ദേഹം അത് നായനായിട്ട് അഭിനയിക്കുന്നത്. ബാക്കിയുള്ള ആർട്ടിസ്റ്റ് നമുക്ക് അറിയത്തില്ല, നമുക്ക് പരിചയമില്ല. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അഭിനയം കിട്ടില്ല. അഭിനയം ഒടുക്കത്തെ BGM. അതിനകത്തെ BGM ഓൾറെഡി ട്രെൻഡ് ആണ്. അത് എപ്പോഴും എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്. കിട്ടില്ല BGM. പൊളിപ്പടം, നല്ല സ്റ്റോറി. അതായത് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ സാധനം അവർ ഇട്ട് ക്ലൈമാക്സിലാണല്ലോ എന്താണ് നമുക്കൊരു ഇങ്ങനെ നിൽക്കത്തില്ല. നമ്മൾ ഇടിക്കണം, അവന് ഇട്ടോണം കൊടുക്കണം പറഞ്ഞ് നിൽക്കില്ല. ആ സമയത്ത് ആ സാധനം കയറി ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് രോമം എഴുന്നേറ്റിരിക്കും. അതുകൊണ്ട് ക്ലൈമാക്സ് പോളി ക്ലൈമാക്സ്. ഇന്റർവ്യൂവിന് 5 മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്. അവിടെ ഒരു BGM വരുന്നത് അനിരുദ്ധിന്റെ കത്തിക്കലൊക്കെ അവിടെയാണ്. എന്താ ലോകേഷ് കനകരാജൊക്കെ ഒരു ഡയറക്ടർ രീതി പേരെടുത്ത ഒരാളാണ്. ഇപ്പത്തെ നടനെന്ന രീതി പേരെടുത്തു. അത് നായക നടനായിട്ട്. അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറുകളും അല്ലെ ഒരു സ്റ്റാർ വാലിറ്റിയുള്ള നടന്മാരും ചെയ്യാത്തൊരു റോളാണ് ഒരു സംവിധാനം വന്ന് അഭിനയിച്ച് ഹിറ്റാക്കി കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ സൂപ്പർ സ്റ്റാർ ഇത് കണ്ട് പഠിക്കണം. ചുമ്മാ കുറെ ആക്ഷൻ ചെയ്ത് കുറെ സീട്ട് എടുത്ത് വായോട്ട് കത്തിച്ച് വെച്ചിട്ട് കുറെ ബൗൾക്കോട്ട് ചോദിച്ചോണ്ട് അങ്ങോട്ട് നടന്നാൽ പോരാ. ഇതിവിടെ നല്ല കഥകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് പടങ്ങൾ ചെയ്ത് വിജയിച്ചു കൊടുക്കും. ഇതൊക്കെ ഇവരുടെ സൂപ്പർ സ്റ്റാർ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ഇതിനപ്പുറം പോകാനെ, ഇത് അല്ലാതെ തന്നെ അപ്പുറം പോയി. അപ്പൊ വേറൊരു നല്ലൊരു സ്റ്റാർ വാലിറ്റി നടന്നു ചെയ്തതിന് വേറെ ലെവലിൽ പോകാനെ, ഒരുപാട് ജനങ്ങൾക്ക് എത്തിയനെ. ഇവര് ചെയ്തിട്ട് ഇത്ര എത്തി. അപ്പൊ വേറൊരു സ്റ്റാർ ഇപ്പൊ വിജയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വേറെ ലെവലിൽ പോകും. അപ്പൊ ഇങ്ങനെയുള്ള പടങ്ങൾക്ക് വിജയ് ഇങ്ങനെയുള്ളവരൊക്കെ തെരഞ്ഞെടുത്ത് ചെയ്യണം. അതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ആ തരത്തിൽ നമ്മുടെ മലയാളത്തിൽ മമ്മൂക്ക അവിടെ താരമൂല്യം നോക്കത്തില്ല. നല്ല കഥയാണോ അത് ഏത് വേഷം ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. ആ തരത്തിൽ മലയാളത്തിൽ മമ്മൂക്ക മാത്രമേ ഉള്ളൂ. തമിഴിൽ അങ്ങനെ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ലോകേഷ് കനകരാജ് നായ നടന്നുള്ള പേരും ഇതിനകത്ത് കിട്ടില്ല. സംവിധാനം എന്നുള്ള പേര് അതിനകത്ത് കിട്ടി. ഇപ്പൊ നായ നടന്നുള്ള പേരും കിട്ടി. അടിപൊളി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അല്ല മാസമുണ്ട്, സ്വാഗും എല്ലാം ഉണ്ട്. കിടിലം പടം. ക്ലൈമാക്സ് എന്നൊക്കെ പൊളി ക്ലൈമാക്സാ. അത് നായികയൊക്കെ എന്നെ അഭിനയം നായികയൊക്കെ നല്ല സ്വാഗതം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വർക്ക് എല്ലാവരും അതിനകത്ത്. ഞാനത് പടം കണ്ടിട്ട് വന്നിട്ട് വീട്ടിട്ട് വന്ന് കയറി പറഞ്ഞാൽ പ്രസൂരം പറഞ്ഞത് റിവ്യൂ ചെയ്യുന്നത്. കാര്യം ഞാൻ ഒത്തിരി ദിവസം ഈ പടം ഇറങ്ങിയിട്ട് ഒത്തിരി ദിവസമായി. ഞാൻ പടം കണ്ടിട്ട് വന്ന സമയത്തൊന്നും കാണാൻ പറ്റിയില്ല. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് ഞങ്ങള് ക്യാമ്പിലൊക്കെ ആയിരുന്നു. അപ്പൊ വന്നിട്ട് 4-5 ദിവസമൊക്കെ ആയുള്ളൂ. അതുകൊണ്ട് പടം ഒന്നും കാണാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ പടത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഇന്ന് പോയി കണ്ട് കാണാതിരിക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത് കണ്ടില്ലായിരുന്നെ, തിയേറ്ററിൽ ഈ പടം കണ്ടില്ലായിരുന്നെ, പിന്നെ OTT വന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകും. ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടില്ല എനിക്ക് ഭയങ്കര വിഷമമായി പോനെ. തിയേറ്ററിൽ കാണാത്തൊരു പോയി എത്രയും വേഗം കാണുക. എന്തായാലും ഓണച്ചിത്രങ്ങളൊക്കെ വരുന്നുണ്ടോ എന്തായാലും ഓടും. ഓണച്ചിത്രം വന്നാലും ഇത് ഓടുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ തിരക്കൊണ്ട് പറഞ്ഞത് കാണാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ് ഈ പടം. കാണാത്ത എത്ര വേഗം പോയി കാണുക. പിന്നെ എനിക്കൊന്ന് തമിഴ് നടന്മാരോട് പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറഞ്ഞിട്ട് വിജയ് ദേവർകണ്ട എന്ന് പറഞ്ഞ നടനാണ് ഈ സിനിമ ലോകേഷ് കനകരാജ റോള് ചെയ്യാൻ വെച്ചിരുന്നത്. ഞാൻ ഇങ്ങനെ അറിഞ്ഞ് സത്യമാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ വിജയ് ദേവർകണ്ട ചെയ്യാൻ വെച്ചിരുന്നു. ഈ പടം 8 നില പൊട്ടുകയും ചെയ്യും. ഈ പടം കേരളത്തിൽ ഇത്ര ഓടത്തുമില്ലായിരുന്നു. അത് 100%. കാരണം അദ്ദേഹത്തിന് 10 പൈസക്ക് അഭിനയിക്കാനും അറിയത്തില്ല. ഒന്നും ഒരു സ്വാഗില്ല, ഒന്നുമില്ല. ചുമ്മാ കുറെ പൊക്കം ആരെയുള്ള മാത്രം കുറെ മസിലും പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചെയ്തത് പടം കുറെ കുളമായി പോലെ. പക്ഷെ ചെയ്യാൻ നന്നായി ഞാൻ പറഞ്ഞത്. ലോകേഷ് കനകരാജ് ചെയ്ത് വേറെ ലെവലിൽ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അഭിനയത്തിലായാലും പടം വേറെ ലെവലിലാണ്. എല്ലാ ഇതും ലോകേഷ് കനകരാജ് ചെയ്ത് നല്ല രീതിയിൽ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വിജയ് ദേവർകണ്ട ചെയ്യാൻ നന്നായി ചെയ്ത് തന്ന വേറെ പണം മോശമായി പറഞ്ഞു. എന്നാൽ ചെയ്യാൻ നന്നായി. വിജയ് ദേവർകണ്ട എനിക്ക് നന്ദി അറിയിക്കാണ്ട്. നന്ദി ചെയ്യാൻ ഞാൻ. കാരണം അദ്ദേഹത്തെ പടമൊക്കെ കണ്ടുകൊണ്ട് ഒരു പടം പോലെ നല്ല രീതിയിൽ വിജയിച്ചിട്ടില്ല. പിന്നെ ഈ പടമൊക്കെ ചെയ്ത് വേറെ കുളമാക്കണത്. പക്ഷെ തമിഴ് നടന്മാരാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള പടങ്ങളെ സൂപ്പർ സ്റ്റാറുകളൊക്കെ തെരഞ്ഞെടുത്ത് ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യണം. ഇതിപ്പോ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്തിരുന്ന ഈ പടം ഒരുപാട് പേരിലേക്ക് എത്തിയതേ. ആ നടന് ഒരുപാട് ഗുണമുണ്ടായിരുന്നേ. പക്ഷെ അവരൊന്നും ചെയ്തില്ല. അവർക്ക് പുച്ഛ കൂടെ അഭിനയിക്കുന്ന നടി കൂടി 3 നടിക്ക് എന്റെ ഒപ്പം പ്രാധാന്യം കൊടുക്കുന്നത്, കൂടെ അഭിനയിക്കുന്ന പുതുമ നടന്റെ ഒപ്പം പ്രാധാന്യം, ആ ഒരു ചിന്ത വരും ഈ സ്ക്രിപ്റ്റ് വരുമ്പോ. അങ്ങനെ നോക്കരുത്. നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് പോയി ചെയ്യണം. ചെയ്ത നിങ്ങൾക്ക് തന്നെ പേര് നിങ്ങൾ നോർത്ത് ഈ സിനിമ കണ്ടവർ നിങ്ങൾ മനസ്സിലായി. ലോകേഷ് കനകരാജിനെ കാണിക്കുമ്പോൾ സീനൊക്കെ എന്ത് മാസ് സീന. ലോകേഷ് കനകരാജ് ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു സീൻ എന്ന് പറഞ്ഞാൽ ആ സീൻ നിങ്ങൾ കാണണം. ആ നടപ്പും ആ സ്വാഗും ഒരു നല്ലൊരു സ്ക്രീൻ മെസ്സേജ് ഉള്ളതാണ് ചെയ്തെങ്കിൽ ഒന്നുകൂടെ അത് വേറെ ലെവലിൽ വരുന്നില്ലേ. അദ്ദേഹം ചെയ്തിട്ട് തന്നെ ഇത്ര സ്ക്രീൻ മെസ്സേജ് ഉണ്ട്. അപ്പൊ വേറൊരു നല്ല സ്ക്രീൻ മെസ്സേജ് ഉള്ളവർ ചെയ്യണം. എന്തുമായിരിക്കും ആ സീനൊക്കെ. അത് നിങ്ങൾ അതുകൊണ്ട് നല്ല ക്യാരക്ടറൊക്കെ ഒന്ന് ഒഴിവാക്കരുത്. ചെയ്തോണം.
അതുകൊണ്ട് തന്നെ അതിനുള്ള ഭാഗ്യം ലോകേഷ് കനകരാജിന് കിട്ടി. ആ സീൻ ഇന്റർവ്യൂലുള്ള സീൻ നടക്കും പോക്കോ വരവും ആ കത്തിയെടുത്ത് കുത്തുന്നതും എന്നിട്ട് ആ ബീജവും വരുന്നതൊക്കെ എന്ത് സീനാ. എന്തിന് ക്ലൈമാക്സിൽ ഒരു സാധനമുണ്ട്, കാറലിങ്ങോട്ട് നായകനായകൻ വന്നിട്ട് ഒരു വരമുണ്ട്, ഇങ്ങനെ തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ വെടിയുന്ന ഒരു സീനുണ്ട് മോനെ. അപ്പൊ ഒരു ബീജിയമ്മോടും ഉണ്ട്. അതൊക്കെ വരുമ്പോ ഉണ്ടല്ലോ അങ്ങ് രോമാഞ്ചിഫിക്കേഷനാ. ഇതൊക്കെയാണ് പടം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പടം. ഒരു മാസ് പടം എന്നൊക്കെ പറയും, ഇതാണ് മാസ് പടം. അല്ല മാസ് പടം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ക്ലാസ് പടം ആക്കരുതേ. അല്ല മാസ് പടം എന്ന് ഇറങ്ങിയിട്ട് വെറും തല്ലിക്കൂട്ട് പടം ആക്കരുതേ. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷ സാധനം കിട്ടണം. ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ ആ ഇടി കൊടുക്കണം. ഇതിനകത്ത് പറഞ്ഞാൽ ആർക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലയയില്ല. കൊല്ലുവാണ് കൊന്നിരിക്കും, വെടിവെച്ച് കൊല്ലുവാണ് വെടിവെച്ച് കൊല്ലും, കുത്തി കൊല്ലുവാണ് കുത്തി കൊന്നിരിക്കും. അതൊക്കെ തലയൊക്കെ വെട്ടിക്കളന്നൊക്കെ നൈസ്. ഒരു ക്ഷമയില്ല കരുതി. അല്ലാതെ ലാസ്റ്റിലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ വില്ലായിട്ടുള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫൈറ്റും അദ്ദേഹത്തിനെ കൊല്ലുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൈയിടിക്കാൻ തോന്നും. അങ്ങനത്തെ സീനാ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാ മേക്കിംഗ് ഡയറക്ടർ ഉണ്ടല്ലോ, ബിഗ് സല്യൂട്ട്. കിഡിലെ മേക്കിംഗ്, കിഡിലെ സ്റ്റോറി, കിഡിലെ പടം. ഇങ്ങനെയാണോ പടം ചെയ്യാൻ? തമിഴ്നാട്ടിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ഒരു മാസ് പടം ഇറക്കും ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതായത് ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം ആ സാധനം ഇട്ട് കൊടുക്കണം. അതാണ് DC എന്ന് പറഞ്ഞ സിനിമ. സിനിമ സൂപ്പറാണ്. ഞാൻ വൈകിയ കണ്ടെങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ വൈകി പോയാലും കണ്ടല്ലോ. ഇത് തിയേറ്ററിൽ പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഞാൻ കാണാതിരുന്നെങ്കിലോ OTT വന്നിട്ട് കാണുമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. നല്ല ആളുണ്ടോ, ഫാമിലി പെണ്ണുങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും. കാണാത്ത എത്ര കണ്ടു. എനിക്ക് തോന്നുന്നത് ഓണം കഴിഞ്ഞ് ഈ പടം കാണുമെന്ന് തോന്നുന്നു കേരളത്തിൽ. അതുള്ള തിരക്കാണ്. നമ്മുടെ എറണാകുളത്ത് ഷേണ വന്ന തിയേറ്ററില്ലേ, ഷേണ തിയേറ്ററിന്റെ ഓണർ സുരേഷ് ഷേണ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ അദ്ദേഹത്തിനെ കണ്ടാണ്. അദ്ദേഹം പറഞ്ഞായിരുന്നു ഈ പടം നല്ല കളക്ഷനാണ്, ഇങ്ങനെ വേണം പടം ചെയ്യാൻ. കിഡിലും പടം. ലോകേഷ് കനകരാജ് നടന്ന രീതിയിൽ കഴിവ് തെളിച്ചിരുന്നത്. കിഡിലും അവനെ കിഡിലെ സ്ക്രീൻ പ്രസൻസ് പോളി മാസേ. ലോകേഷ് കനകരാജ് മാസ് പറഞ്ഞ മാസ്. വിജയദേവറിനെ അഭിനയിച്ചിരുന്ന പടം പൊട്ടിപ്പോനെ. വീണ്ടും വീണ്ടും എടുത്തു പറയണേ, ലോകേഷ് കനകരാജാണ് ആ പടം ഇത്രയും ഭംഗിയായത്. വിജയദേവറിനെ 8 പൊട്ടിപ്പോനെ. എന്നാ പൊളിയായിട്ട് ലോകേഷ് ചെയ്തതിനാ പൊളിച്ച്.